ദൃശ്യം 3 ത്രില്ലേഴ്സിലെ OG ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ദൃശ്യം 3 കണ്ടുവന്നിരിക്കുകയാണ്. ദ ക്ലാസിക് ക്രിമിനൽ OG ജോർജ് കുട്ടി 4ാം ക്ലാസ്സുകാരൻ ഈസ് ബാക്ക്. സോ ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് ഡയറക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ സിനിമ കാണാത്തവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു ഗ്യാപ്പ് എടുക്കുക, ഒരു ഇമോഷണൽ ഡ്രാമ കാണുന്ന ഒരു മൈൻഡ് സെറ്റിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കാണാം. നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണ എല്ലാ സംഭവവും ഈ പടത്തിൽ ഇരിക്കും. എസ്പെഷ്യലി സംഭവം ഇருக்கு. സോ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ടു ദ ബെസ്റ്റ് ഇൻ ഇന്ത്യൻ സിനിമ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ വേൾഡ് സിനിമ. ഹാപ്പി ബർത്ത്ഡേ ടു യു ലാലേട്ട. ഐ ലവ് യു സോ മച്ച്, സോ മച്ച്. സോ കേരള പോലീസിനോടാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജീത്തു ജോസഫിനെതിരെ കേസ് എടുക്കണം. നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഇങ്ങനെയൊന്നും ആലോചിക്കാൻ പറ്റില്ല. ദിസ് ഗായ് ഇസ് ദ റിയൽ ക്ലാസിക് ക്രിമിനൽ. ജോർജ് കുട്ടി ഒന്നും അല്ല, ജീത്തു ജോസഫ് ആണ് ക്ലാസിക് ക്രിമിനൽ. അങ്ങേർക്കെതിരെ എത്രയും പെട്ടെന്ന് കേസ് എടുക്കണം. അങ്ങേരുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒന്ന് ചെകഞ്ഞ് നോക്കിയാൽ മതി. ഇങ്ങനെ എന്തായാലും കൊലപാതകം ചെയ്തിട്ടുണ്ടാവും. അല്ലാത്ത നോർമൽ ആയിട്ടൊരു മനുഷ്യന് ഇങ്ങനെ എഴുതാനോ ഇങ്ങനെ ഡയറക്ട് ചെയ്യാനോ പറ്റില്ല. സോ ഈ സിനിമ എനിക്ക് ആദ്യമൊക്കെ ഒരു ആവറേജ് അങ്ങനത്തെ ഒരു ഫീലാണ് തന്നത്. ഇവര് ക്യാരക്ടർ ഇങ്ങനെ മെല്ലെ ബിൽഡ് ചെയ്ത് ആർക്ക് സെറ്റ് ചെയ്ത് അവസാനം ഒരു കത്തിക്കലുണ്ട് മോനെ. തരിച്ചിരുന്നു. ആൻഡ് ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഓയ്യോ, എനിക്ക് ആ പോർഷനിലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ മറക്കില്ല. കാരണം ദൃശ്യം 1 ഞാൻ തിയേറ്ററിൽ കണ്ടതല്ല, 2 ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. സോ ദൃശ്യം ഫ്രാഞ്ചൈസിലെ എന്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ദാറ്റ് വാസ് വെരി നൈസ്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. കംപ്ലീറ്റ് തിയേറ്റർ അങ്ങനെ ഞെട്ടിപ്പോയി. എന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. സോ പിന്നീട് പയ്യെ യൂഷ്വൽ ദൃശ്യം മോഡൽ തന്നെയാണ്. കുറച്ച് ലാഗ് ഉണ്ട്. അതിന്റെ ഇടയിൽ മെല്ലെ ബിൽഡ് ചെയ്ത് ആർക്ക് ബിൽഡ് ചെയ്ത് ടെൻഷൻ അടുപ്പിച്ച്. സോ ദൃശ്യം 1ഉം 2ഉം കണ്ടോണ്ട് തന്നെ ഒരു സാധാരണ ഒരു ഫോൺ കോൾ വരാണ്. ജോർജ് കുട്ടി ചായ കുടിച്ചോ അങ്ങനെ ചോദിക്കാൻ ഒരു ഫോൺ കോൾ വരുമ്പോ തന്നെ എല്ലാവർക്കും ടെൻഷൻ കയറാണ്. ടെൻഷൻ ബിൽഡ് ചെയ്ത് ഇന്റർവെല്ലിന് ആദ്യത്തെ അടി കിട്ടി. ആദ്യത്തെ ഒരു ഹൈ മൊമെന്റ് ഇന്റർവെല്ലിന് കിട്ടി. ആൻഡ് അതിന്റെ മുന്നിൽ ഒരു സീൻ ഉണ്ട്. ആ സീൻ ഏതാണെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ഹൊറർ പടം കണ്ടിട്ട് പോലും ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഇന്നലെ ഒരു അപരാധം ഞാൻ കണ്ടിട്ടായിരുന്നു. കംപ്ലീറ്റ് തിയേറ്റർ ഞെട്ടി.